ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ നെക്സ്റ്റ് പാർട്ട് നോക്കാം. നമ്മൾ ഇൻ്റർഫേസിങ് ICs ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഇൻ്റർഫേസിങ് IC ആണ് 8254. 8254 എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമറാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ചോദിക്കും, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമർ IC എന്ന് ചോദിച്ചാൽ ഏതാണ്? 8254 ആണ്. സോ 8254 ഈസ് എ device designed to solve the timing control problems in a microprocessor. അപ്പോൾ മൈക്രോ പ്രോസസ്സറിനകത്ത് ടൈമിംഗ് കൺട്രോൾ പ്രോബ്ലംസ്, അതായത് ടൈമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കൗണ്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ചിപ്പാണ് 8254. അപ്പോൾ ഇറ്റ് ഹാസ് 3 independent counters, each capable of handling clock inputs up to 10 MHz and size of each counter is 16 bit. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 8254 ഒരു കൗണ്ടർ IC ആണ്, അല്ലെങ്കിൽ ഒരു ടൈമർ IC ആണ്. അത് നമ്മളെ മ്യൂപ്പി ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുമ്പോഴത്തേക്കും ആ മ്യൂപ്പിയുടെ ടൈമിങ് ആൻഡ് ടൈമിങ് ആക്ഷനെയൊക്കെ നമുക്കിത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ 8254-നകത്ത് 3 16-ബിറ്റ് ഇൻഡിപെൻഡൻറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. 3 16-ബിറ്റ് ഇൻഡിപെൻഡൻറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2. അങ്ങനെ 3 16-ബിറ്റ് ഇൻഡിപെൻഡൻറ്റ് കൗണ്ടേഴ്സാണ് 8254-ലുള്ളത്. അതിനകത്ത് ഓരോന്നിനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അപ് ടു 10 MHz ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ +5 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ. അത് 24 പിൻ സിഗ്നലാണ്. ദെൻ ഓൾ മോഡ്സ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമബിൾ. അതുപോലെ ഓരോ കൗണ്ടറിനും 6 മോഡ്സിൽ വർക്ക് ചെയ്യാം. അതായത് 3 കൗണ്ടേഴ്സ് ഉണ്ട്, 3 കൗണ്ടേഴ്സിനും 6 മോഡ്സിൽ വർക്ക് ചെയ്യാം. ഈ മോഡ്സ് നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് 8254-ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8254 കൗണ്ടർ അല്ലെങ്കിൽ ടൈമർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അതൊരു റിയൽ ടൈം ക്ലോക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇവൻറ്റ് കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഡിജിറ്റൽ വൺ ഷോട്ട്, ദെൻ പ്രോഗ്രാമബിൾ റേറ്റ് ജനറേറ്റർ, ദെൻ സ്ക്വയർ വേവ് ജനറേറ്റർ, ബൈനറി റേറ്റ് മൾട്ടിപ്ലയർ, കോംപ്ലെക്സ് വേവ് ഫോം ജനറേറ്റഡ്, കോംപ്ലെക്സ് മോട്ടർ കൺട്രോളർ. അപ്പോൾ ഈ ടൈമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും 8254 IC വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ഓർക്കുക. കാരണം ഇതിനകത്ത് എക്സാമ്പിൾസ് തന്നിട്ട് ഏത് IC വെച്ചായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം നമുക്ക് ആ ടൈമറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ ഇൻ്റർഫേസ് ചെയ്യുന്ന ചിപ്പ് എന്ന് പറഞ്ഞാൽ 8254 ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? റിയൽ ടൈം ക്ലോക്ക്, ഇവൻറ്റ് കൗണ്ടർ, ദെൻ ഡിജിറ്റൽ വൺ ഷോട്ട്, ദെൻ പ്രോഗ്രാമബിൾ റേറ്റ് ജനറേറ്റർ, സ്ക്വയർ വേവ് ജനറേറ്റർ, ബൈനറി റേറ്റ് മൾട്ടിപ്ലയർ, ദെൻ കോംപ്ലെക്സ് വേവ് ഫോം ജനറേറ്റർ, കോംപ്ലെക്സ് മോട്ടർ കൺട്രോളർ. നമുക്ക് ഇതിനകത്തൊരു 6 മോഡ്സിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ആ 6 മോഡ്സിൽ ഓരോ മോഡിനും നമുക്ക് ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്കതിന് ഡീറ്റെയിൽഡ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8254. അതിനകത്ത് പ്രധാനമായിട്ട് എന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞ പോലെ 3 കൗണ്ടേഴ്സ് ഉണ്ട് അല്ലേ? C0, കൗണ്ടർ 0, കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2. ഈ 3 കൗണ്ടേഴ്സിനും ഇൻപുട്ട് ഉണ്ട്. അതായത് അതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള 3 പിൻസ് ഉണ്ട്. അതായത് ക്ലോക്ക്, ഔട്ട്, ഗേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? എല്ലാത്തിനകത്തും ക്ലോക്കും ഔട്ടും ഗേറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ക്ലോക്ക് 0, ഗേറ്റ് 0, ഔട്ട് 0 ഫോർ കൗണ്ടർ 0, ക്ലോക്ക് 1, ഗേറ്റ് 1, ഔട്ട് 1 ഫോർ കൗണ്ടർ 1 ആൻഡ് ക്ലോക്ക് 2, ഗേറ്റ് 2, ഔട്ട് 2 ഫോർ കൗണ്ടർ 2. ദെൻ നമുക്കുള്ളത് ഒരു ഡേറ്റാ ബസ് ബഫറാണ്. ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക്, ദെൻ കൺട്രോൾ രജിസ്റ്റർ. അപ്പം ഡേറ്റാ ബസ് ബഫർ ഉണ്ട്, അത് 8-ബിറ്റ് ആണ്. ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. ദെൻ A1 A0 എന്ന് പറഞ്ഞാൽ ഏത് കൗണ്ടറാണ് സെലക്ട് ചെയ്യുന്നത്, കൗണ്ടർ സെലക്ട് പിൻസാണ്. ദെൻ CS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിപ്പ് സെലക്ട് പിന്നാണ്. ദെൻ ഒരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. കൺട്രോൾ രജിസ്റ്ററിനകത്തൊരു കൺട്രോൾ വേർഡ് കാണും. ആ കൺട്രോൾ വേർഡ് അനുസരിച്ചാണ് ഈ എൻറ്റയർ 8254 പെർഫോം ചെയ്യുന്നത്. എന്ത് ഓപ്പറേഷനാണ്, ഏത് മോഡിൽ വർക്ക് ചെയ്യണം, ഏത് കൗണ്ടർ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ കൺട്രോൾ രജിസ്റ്ററാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 8254 എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ടൈമർ IC ആണ്, അല്ലെങ്കിൽ കൗണ്ടർ ICs ആണ്. അതിനകത്ത് 3 16-ബിറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അത് 3ഉം 6 മോഡ്സിൽ വർക്ക് ചെയ്യും. അതിന് 3 റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇൻപുട്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്ലോക്ക് സിഗ്നൽസ് ആണ് ക്ലോക്ക്, ഗേറ്റ്, ഔട്ട്പുട്ട്.
ഓക്കെ ആണല്ലോ. ദെൻ ഡേറ്റ അത് 8 ബിറ്റ് ആണ്. ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് ഈ എൻ്റയർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചിപ്പ് സെലക്ട് ഉണ്ട്. ദെൻ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് 3 കൗണ്ടേഴ്സ് ഈച്ച് വിത്ത് 2 ഇൻപുട്ട്സ്, ക്ലോക്ക് ആൻഡ് ഗേറ്റ് ആൻഡ് 1 ഔട്ട്പുട്ട്. അപ്പോൾ അതിനകത്ത് 2 ഇൻപുട്ടാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്കും ഗേറ്റും, ഒരു ഔട്ട്പുട്ടും ആണുള്ളത് അല്ലേ. ദെൻ ഗേറ്റ് ഈസ് യൂസ് ടു ഇനേബിൾ ഓർ ഡിസേബിൾ കൗണ്ടിങ്. കൗണ്ടറിൻ്റെ പ്രത്യേകത എന്താണ്, കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ വരെ കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് തിരിച്ചത് 0 ആവുന്നവരെ താഴേക്ക് വരും. അപ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കൗണ്ടിങ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഇനേബിൾ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യിക്കുന്നത് ഈ ഗേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഗേറ്റ് എന്നുള്ള സിഗ്നലാണ്. ഓക്കെ. അപ്പം when any value of count is loaded and value of gate is set 1, after every step value of count is decremented by 1. അപ്പം നമ്മൾ ഈ ഗേറ്റ് വെച്ചിട്ടാണ് ഇത് ട്രിഗർ ചെയ്യിക്കുന്നത്. അതായത് ഗേറ്റിൽ ഹൈ വന്നാൽ മാത്രമേ, ഗേറ്റ് വാല്യൂ 1 അല്ലെങ്കിൽ ഹൈ വന്നാൽ മാത്രമേ ആ കറസ്പോണ്ടിങ് കൗണ്ടർ എന്ത് വാല്യൂ ആണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കൗണ്ട് ചെയ്യാൻ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും 10 ആണെന്നുണ്ടെങ്കിൽ 9 ആവും, 9 8 ആവും, 8 7 ആവും, അങ്ങനെ ഓരോന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് ഫൈനലി 0 ആവുന്നവരെ ആ കൗണ്ടിങ് പ്രോസസ്സ് എന്ത് ചെയ്യും, നടക്കും. അപ്പോൾ എത്ര വരെ നമുക്ക് കൗണ്ട് ചെയ്യണമെന്നുള്ളത് അവിടെ കൊടുക്കാം. അത് ഫങ്ഷൻ ചെയ്യുന്നത് ഗേറ്റ് സിഗ്നൽ ഹൈ ആകുമ്പോൾ മാത്രമാണ്. ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് CS A1 and A0 we can determine addresses of selected counter. A1 A0 എന്ന് പറഞ്ഞാൽ കൗണ്ടർ സെലക്ട് പിൻസ് ആണ്, കൗണ്ടർ സെലക്ട്. അപ്പോൾ അത് ഏത് കൗണ്ടറാണ് സെലക്ട് ചെയ്യുന്നത്, ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ ആ എൻ്റയർ ചിപ്പിനെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ആ 3 പിൻസാണ് ഏത് കൗണ്ടറാണ് 8254 എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു ഡേറ്റാ ബസ് ബഫർ, അതൊരു 8 ബിറ്റ് ബഫറാണ് അല്ലേ. ദിസ് 3-state bidirectional 8-bit buffer is used to interface the 8254 to the system bus. അപ്പം നമുക്ക് സിസ്റ്റം ബസ്സിലേക്ക് ഈ 8254നെ ഇൻ്റർഫേസ് ചെയ്യിക്കുന്നത് ഈ ഡേറ്റാ ബസ്സാണ്. അപ്പോൾ ആ ഡേറ്റാ ബസ്സിൽ കൂടാണ് ആ ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം പോസിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ അതുവഴി വന്നിട്ടാണ് 8254 MUPU ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത്. അതൊരു 8-bit ബഫറാണ് ഫ്രം D0 to D7. Then read-write control logic. Read-write control logic accepts input from the system bus and generates control signal for the other functional blocks of 8254. അപ്പോൾ നമുക്ക് സിസ്റ്റം ബസ്സിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കുന്നത് ഈ റീഡ്-റൈറ്റ് കൺട്രോൾ ലോജിക്കാണ് അല്ലേ. ദെൻ A1 A0 എന്ന് പറഞ്ഞാൽ ആ കൗണ്ടേഴ്സിൽ സെലക്ട് ദി 3 കൗണ്ടേഴ്സ്, കൗണ്ടർ സെലക്ട് ആണത്. പിന്നെ അതിനകത്ത് കൺട്രോൾ വേർഡ് സെലക്ഷനും ഉണ്ട്, അതിൻ്റെ ഒരു ടേബിളുണ്ട്, അത് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. നോക്കിക്കേ, ഇതിനകത്ത് ഇതാണ് സെലക്ട് കൗണ്ടർ അല്ലെങ്കിൽ A1 A0, ഇത് A1 ഇത് A0, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെലക്ട് കൗണ്ടർ 0 സെലക്ട് കൗണ്ടർ 1 എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ വാല്യൂ അനുസരിച്ചാണ് കൗണ്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത്. 0 0 വന്നാൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യും, 0 1 വന്നാൽ കൗണ്ടർ 0 0 വന്നാൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യും, 0 1 വന്നാൽ കൗണ്ടർ 1, 1 0 വന്നാൽ കൗണ്ടർ 2. ഇനി 1 1 വന്നാലാണ് എന്ത് സെലക്ട് ചെയ്യുന്നത്, റീഡ് ബാക്ക് കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നത് 1 1 എന്നുള്ള ഓപ്പറേഷൻ വരുമ്പോഴാണ്. അപ്പം എന്തൊക്കെയാണ് സെലക്ട് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 2 പിൻസ് ഉണ്ട്, A1 A0, അതെന്ന് പറഞ്ഞാൽ കൗണ്ടർ സെലക്റ്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സെലക്ട് കൗണ്ടർ 1 സെലക്ട് കൗണ്ടർ 0, SC1 SC0 എന്ന് പറഞ്ഞാൽ ആ ബിഗ് പൊസിഷനാണ് കൗണ്ടർ സെലക്ട് ചെയ്യാനുള്ള. അപ്പോൾ 0 0 വന്നാൽ കൗണ്ടർ 0, 0 1 വന്നാൽ കൗണ്ടർ 1, 0 1 0 വന്നാൽ കൗണ്ടർ 2 ആണ്. 1 1 വന്നു കഴിഞ്ഞാൽ റീഡ് ബാക്ക് കമാൻഡ് അല്ലെങ്കിൽ എന്താണ് കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ഷൻ എന്നും പറയും. കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്നൊരു നമ്മുടെ ഈ കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ സെലക്ഷൻ നടക്കുന്നത് 1 1 വരുമ്പോഴാണ്. അപ്പോൾ അതത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കും. ദെൻ റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്, റൈറ്റും എന്താണ് ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ റീഡ് ലോ ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് ടെൽസ് ദി 8254 ദാറ്റ് ദ CPU ഈസ് റീഡിങ് വൺ ഓഫ് ദി കൗണ്ടേഴ്സ്. അപ്പം റീഡ് സിഗ്നൽ ലോ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടെൽസ് ദി 8254 ദാറ്റ് ദ CPU ഈസ് റീഡിങ് വൺ ഓഫ് ദ കൗണ്ടേഴ്സ്. ഇൻപുട്ട് എന്ത് ചെയ്യും, 8254നോട് പറയും CPU എന്ത് ചെയ്യാണ്,
കൗണ്ടർ വാല്യൂസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദെൻ റൈറ്റ് സിഗ്നൽ ആണ് ലോ എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടെൽസ് ദി 8254 ദാറ്റ് ദി CPU is writing either a control word or an initial count. ഒന്നുകിൽ റൈറ്റ് സിഗ്നൽ ലോ ആകുമ്പോഴത്തേക്കും ഒന്നുകിൽ കൺട്രോൾ വേർഡ് എഴുതുകയോ അല്ലെങ്കിൽ എന്താണ് ഇനീഷ്യൽ കൗണ്ട് റൈറ്റ് ചെയ്യുകയാണെന്ന് CPU ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഈ റീഡും റൈറ്റും വെച്ചിട്ട് നമുക്ക് പറയാം. റീഡ് സിഗ്നൽ ലോ ആണെങ്കിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ റൈറ്റ് സിഗ്നൽ എന്താവണം, ലോ ആവണം. അത് രണ്ടും ആക്റ്റീവ് ലോ പിൻസ് ആണ്. ഇനി ഇത് രണ്ടും ഇനേബിൾ ചെയ്യിക്കുന്നത് ആരാണ്? ചിപ്പ് സെലക്ട് ആണ്. ചിപ്പ് സെലക്ട് എന്നുള്ള CS എന്നുള്ള പിന്നെ ആക്റ്റീവ് ലോ ആണെങ്കിൽ മാത്രമേ ഈ റീഡും റൈറ്റും വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അതായത് CS ചിപ്പ് സെലക്ട് എന്നുള്ള പിന്നെ ആക്റ്റീവ് ലോ ആണ്. അതിനകത്ത് ലോ സിഗ്നൽ വന്നാൽ മാത്രമേ റീഡും റൈറ്റും അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അത് ലോ ആണെന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. ചിപ്പ് സെലക്ട് ലോ ആണെങ്കിൽ മാത്രമേ ആ രണ്ട് പിൻസും അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത്രയാണ് ആ ഒരു ബ്ലോക്ക് ഡയഗ്രമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ആ ബ്ലോക്ക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും 3 കൗണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് 3 സിഗ്നൽസ് ഉണ്ട്. ക്ലോക്കും ഗേറ്റും ഔട്ടും. ക്ലോക്കും ഗേറ്റും ഇൻപുട്ട് സിഗ്നലാണ്, ഔട്ട്പുട്ട് സിഗ്നലാണ്. അതുപോലെ 3 കൗണ്ടേഴ്സിനും ഉണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ഗേറ്റ് ഹൈ ആകുമ്പോൾ മാത്രമേ കറസ്പോണ്ടിങ് കൗണ്ടേഴ്സ് ഇനേബിൾ ആവത്തുള്ളൂ. ദെൻ നമുക്കുള്ളത് ഒരു 8-bit ഡേറ്റാ ബസ് ബഫറാണ്. അത് 8254 സിസ്റ്റം ബസ്സുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യിക്കുന്നത്. ദെൻ നമുക്കുള്ളത് ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കാണ്. ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിപ്പ് സെലക്ട് ആദ്യം ആക്റ്റീവ് ലോ ആയിരിക്കണം. എന്നാൽ മാത്രമേ CPU-യിലേക്ക് റീഡ് ചെയ്യുകയും CPU-യിൽ നിന്ന് റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. ദെൻ എന്താണ് A1 A0 എന്ന് പറഞ്ഞാൽ ഏത് കൗണ്ടറാണ് സെലക്ട് ചെയ്യുന്നുള്ള സെലക്ട് കൗണ്ടർ വാല്യൂസ് ആണ്. അത് 00 വന്നാൽ കൗണ്ടർ 0, 01 വന്നാൽ കൗണ്ടർ 1, 10 വന്നാൽ കൗണ്ടർ 2. അതുപോലെ 11 വന്നാൽ കൺട്രോൾ രജിസ്റ്റർ വേർഡിനെ ആയിരിക്കും അത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് കുറച്ച് MCQസിനുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ചിട്ടൊന്ന് പറയാം. നോക്കിക്കേ, ഇതിനകത്ത് നമുക്കറിയാം D0 തൊട്ട് D7 വരെ ഉണ്ട്. ആ വാല്യൂസ്, ആ കൺട്രോൾ വേർഡ് അതിനകത്തുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 എണ്ണം സെലക്ട് കൗണ്ടറാണ്. ദെൻ റീഡ് റൈറ്റ് ഓപ്പറേഷനാണ് അടുത്ത 2 എണ്ണം. അടുത്ത 3 എണ്ണം കണ്ടോ, ഇത് 3 ഇമ്പോർട്ടൻ്റ്. അത് 3 ഈ മോഡ് സെലക്ഷനുള്ള പിൻസാണ്. നെക്സ്റ്റ് ഇസ് BCD. D0th പിന്നൊന്ന് ഓർക്കുക, അത് BCD ആണ്. BCD എന്ന് പറയുമ്പോൾ എന്താണ്? അത് 0 ആണെങ്കിൽ ബൈനറി കൗണ്ടും 1 ആണെങ്കിൽ BCD കൗണ്ടും ആയിരിക്കും. അപ്പം നമ്മുടെ കൺട്രോൾ വേർഡ് ഫോർമാറ്റാണിത്. കൺട്രോൾ വേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 8-bit ആണ്. ആ 8-bit നമ്മുടെ ആ D0 തൊട്ട് D7 വരെയുള്ള ആ 8-bit വാല്യൂസിൽ ഓരോ വാല്യൂസും മാറുന്നതനുസരിച്ച് നമുക്ക് ആ ഓപ്പറേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഓരോ വാല്യൂസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ മോഡ്സ് ആണ്. മോഡ്സ് എന്ന് പറഞ്ഞാൽ 6 മോഡ്സ് ഉണ്ട്. ആ മോഡ്സ് 3 കാണിക്കുന്നതാണ് M0, M1, M2. ആ മോഡ്സ് എന്താണെന്ന് നമുക്കിപ്പം പറയാം. ദെൻ BCD എന്നൊരു LSB ഉണ്ട്, D0th പിൻ. അതിനകത്ത് 0 വന്നാൽ ബൈനറി കൗണ്ടിങ്ങും 1 വന്നു കഴിഞ്ഞാൽ BCD കൗണ്ടിങ്ങും ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ദെൻ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. D0യും മോഡ് എന്ന് പറഞ്ഞാൽ 000 വന്നാൽ മോഡ് 0, 001 വന്നാൽ മോഡ് 1, 10 വന്നാൽ മോഡ് 2, 11 വന്നാൽ മോഡ് 3, 100 വന്നാൽ മോഡ് 4, 101 വന്നാൽ മോഡ് 5. ഈ മോഡ് 2ഉം മോഡ് 3യും നമ്മൾ ഈ ഒരു ബിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഈ MSBനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക, അത്രയും മാത്രം ഓർത്താൽ മതി. അതുപോലെ ഇതിനെ കൗണ്ടിങ് സെലക്ട് ചെയ്യുന്ന ഒരു പിന്നാണ് D0, അല്ലെങ്കിൽ ആ ബിറ്റാണ് D0 എന്ന് പറഞ്ഞാൽ D0 0 ആകുമ്പോൾ ബൈനറി കൗണ്ടറും ദെൻ BCD 1 ആകുമ്പോഴാണ് BCD കൗണ്ടർ ആവും. ഓക്കെ, നെക്സ്റ്റ്
നമ്മൾ പറഞ്ഞില്ലേ 6 മോഡ്സ് ഉണ്ടെന്ന്. ആ മോഡ്സിൻ്റെ പേര് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഓരോ മോഡും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കൗണ്ടറിനെ നമുക്ക് പല ആപ്ലിക്കേഷനും ഉപയോഗിക്കാം അല്ലേ, പല വേവ് ഫോം ജനറേറ്ററിനും കൗണ്ടിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് ഓരോ മോഡിലും എന്താണ് വർക്കിംഗ് എന്ന് ഓർക്കാം. മോഡ് 0ൽ ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ടാണ്. മോഡ് 0 ഈസ് ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. അപ്പം ടെർമിനൽ കൗണ്ട് നമ്മൾ ആ കൗണ്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, മോഡ് 0 എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ എന്താണ്, ഇവിടെ നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ലോ ആവും. ഏത് കൗണ്ടറാണോ ആക്ടിവേറ്റ് ഇൻട്രപ്റ്റ് ചെയ്യിക്കേണ്ടത് അവിടുത്തെ ഔട്ട് സിഗ്നലില്ലേ, ഗേറ്റും ഔട്ടും പിന്നെന്താണ് ക്ലോക്കും, അതിൽ ഔട്ട് എന്താവും, ലോ ആവും ഇല്ലേ. പിന്നെ അതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ അത് കൗണ്ടർ ഒന്നും കൂടെ ലോഡ് ചെയ്താൽ മാത്രമേ വീണ്ടും ഔട്ട് ഹൈ ആയിട്ട് നമ്മുടെ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് ഓർക്കണ്ട, ഈ ഒരു കാര്യം മാത്രം ഓർക്കുക. മോഡ് 0 എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട് ആണെന്നുള്ളത്. ദെൻ മോഡ് 1 എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ട്രിഗറബിൾ വൺ ഷോട്ടാണ്. ഹാർഡ്വെയർ റീട്രിഗറബിൾ വൺ ഷോട്ട്. ഹാർഡ്വെയർ റീട്രിഗറബിൾ വൺ ഷോട്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഔട്ട് ഹൈ ആണ്. ഇവിടെ മാത്രം ഇൻട്രപ്റ്റ് വരുന്ന കേസിൽ മാത്രം ഔട്ട് ലോ ആവും, ബാക്കി എല്ലാ കേസിലും ഔട്ട് ഹൈ ആണ്. ദെൻ മോഡ് 2 എന്ന് പറഞ്ഞാൽ റേറ്റ് ജനറേറ്റ്. മോഡ് 2 ഈസ് റേറ്റ് ജനറേറ്റ്. ദെൻ മോഡ് 3 ഈസ് സ്ക്വയർ വേവ് ജനറേറ്റ്. മോഡ് 3 ഈസ് സ്ക്വയർ വേവ് ജനറേറ്റ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഓർക്കാം, സ്ക്വയർ വേവ് ജനറേറ്ററാണ്. അത് ഫ്രീക്വൻസി ഓഫ് സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്ലോക്ക്, നമ്മൾ എത്ര ക്ലോക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതേ ഡിവൈഡഡ് ബൈ കൗണ്ട് ആയിരിക്കും. അതൊന്ന് ഓർക്കാം. സ്ക്വയർ വേവ് ജനറേറ്റർ ഫ്രീക്വൻസി ഓഫ് സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്ലോക്ക് ഡിവൈഡഡ് ബൈ കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ നമുക്ക് കൗണ്ട് n ഓഡ് പൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത് n+1/2 അത്രയും നേരം ഹൈ ആയിട്ടിരിക്കും. ദെൻ n-1/2 വരെ ലോ ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇഫ് കൗണ്ട് n ഈസ് ഓഡ് പൾസ് സ്റ്റേ ഹൈ ഫോർ n+1/2 ആൻഡ് ലോ ഫോർ n-1/2. അപ്പോൾ ഇതിനകത്തും ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മോഡ് 3 സ്ക്വയർ വേവ് ജനറേറ്ററാണ്. അതുപോലെ അത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ക്ലോക്കിന് n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദെൻ മോഡ് 4 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്ട്രോബാണ്. ദെൻ മോഡ് 5 എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ട്രിഗേർഡ് സ്ട്രോബാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്ട്രോബും ഹാർഡ്വെയർ ട്രിഗേർഡ് സ്ട്രോബ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മോഡ്സ്. അപ്പോൾ മോഡ് ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ഓരോ മോഡ്സിൻ്റെയും നെയിം മാത്രം അത്രയെങ്കിലും നമുക്ക് നോക്കിയിട്ട് പോകണം. സോ മോഡ് 0 എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. മോഡ് 1 എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റീട്രിഗറബിൾ വൺ ഷോട്ട്. മോഡ് 2 റേറ്റ് ജനറേറ്റർ ആണ്. ദെൻ മോഡ് 3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവ് ജനറേറ്റർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ് 3 സ്ക്വയർ വേവ് ജനറേറ്റർ. ദെൻ മോഡ് 4 എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 4 സോഫ്റ്റ്വെയർ, 5 ഹാർഡ്വെയർ. സോ 4 സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്ട്രോബ്, 5 ഹാർഡ്വെയർ ട്രിഗേർഡ് സ്ട്രോബ്. മോഡ് 0 ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ 8254 ടൈമർ IC ആയിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് അതിൻ്റെ കുറച്ച് MCQs ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് 8257. 8257 എന്ന് പറഞ്ഞാൽ ഒരു DMA കൺട്രോളറാണ്. അപ്പോൾ DMA എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ മെമ്മറിയിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു IC ആണ് എന്ത്, 8257. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ഇൻറ്റൽ ടു ട്രാൻസ്ഫർ ഡേറ്റ അറ്റ് ദി ഫാസ്റ്റസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്കൊരു ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്താണ് DMA ഉപയോഗിക്കുന്നത് അല്ലേ. ഇറ്റ് അലൗസ് ദ ഡിവൈസ് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ഡയറക്റ്റ്ലി ടു ഓർ ഫ്രം മെമ്മറി വിത്തൗട്ട് എനി ഇൻ്റർഫറൻസ് ഓഫ് ദി CPU. അപ്പോൾ നമുക്ക് CPUവിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ IO ഡിവൈസസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്ന ഒരു ചിപ്പാണ് ആര്, ഈ DMA കൺട്രോളർ അഥവാ 8257. Using a DMA controller, the device requests the CPU to hold its data, address and control bus so that the device is free to transfer data directly to or from the memory. അപ്പോൾ നമുക്ക് DMA കൺട്രോളർ ഉപയോഗിച്ച് CPUവിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇല്ലേ, അതെല്ലാം മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട്
വിട്ടു തരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സി പി യുവിനോട് റിക്വസ്റ്റ് ചെയ്യാം. സോ യൂസിങ് എ DMA controller, the device requests the CPU to hold its data address and control bus, so the device is free to transfer data directly to and from the memory. അതുകൊണ്ട് തന്നെ നമുക്ക് സി പി യുവിൻ്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്, അതായത് മ്യൂപ്പി അനുവദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് മെമ്മറിയും IO ഡിവൈസും തമ്മിൽ എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കാം. So the DMA data transfer is initiated only after receiving HLDA signal from the CPU. അപ്പോൾ നമ്മൾ DMA ഒരു റിക്വസ്റ്റ് കൊടുക്കും, ഹോൾഡ് സിഗ്നൽ വഴി ഒരു റിക്വസ്റ്റ് കൊടുക്കും. അത് അവിടെ കിട്ടി മ്യൂപ്പി സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഡേറ്റ ട്രാൻസ്ഫർ ഡയറക്റ്റായിട്ട് പോസിബിൾ ആക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ തിരിച്ച് കിട്ടണം. So that is HLDA signal from the CPU. അത് കിട്ടിയാൽ മാത്രമേ ഈ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് IO ഡിവൈസസ് സിസ്റ്റം ബസ് വഴി പോസിബിൾ ആവത്തുള്ളൂ. സോ ഹൗ DMA ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഒരു സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്. ഫസ്റ്റ് വൺ നോക്കിക്കുക. ഇനിഷ്യലി വെൻ എനി ഡിവൈസ് ഹാസ് ടു സെൻഡ് ഡേറ്റ ബിറ്റ്വീൻ ദ ഡിവൈസ് ആൻഡ് ദ മെമ്മറി, ദ ഡിവൈസ് ഹാസ് ടു സെൻഡ് DMA റിക്വസ്റ്റ് ടു DMA കൺട്രോളർ. അപ്പം ഏതെങ്കിലും ഒരു ഡിവൈസിന് നമുക്ക് മെമ്മറി ആയിട്ട് ഇൻ്റർഫേസിങ് പോസിബിൾ ആക്കണം, അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ്, ഏത് ഡിവൈസിനാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡിവൈസ് എന്ത് ചെയ്യണം, ഒരു DMA റിക്വസ്റ്റ്, അതാണ് DRQ ആർക്ക് കൊടുക്കണം, DMA കൺട്രോളറിന് കൊടുക്കണം. അപ്പോൾ DMA കൺട്രോളർ എന്ത് ചെയ്യും, DMA കൺട്രോളർ സെൻസ് ഹോൾഡ് റിക്വസ്റ്റ്, അതാണ് HRQ, ടു ദ CPU ആൻഡ് വെയിറ്റ്സ് ഫോർ ദ CPU ടു അസേർട്ട് ദി HLDA. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ DMA കൺട്രോളർ മ്യൂപ്പിക്ക് എന്ത് കൊടുക്കും, ഹോൾഡ് സിഗ്നൽ കൊടുക്കും. ആ മ്യൂപ്പി അതെന്ത് ചെയ്യും, അത് സ്വീകരിച്ചിട്ട് തിരിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരും, അത് സ്വീകരിച്ചു എന്നുള്ളത്. ബൈ എങ്ങനെയാണ്, HLDA, ഹോൾഡ് അക്നോളജ്മെൻറ്റ്, ഹോൾഡ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു നമുക്കൊരു സിഗ്നൽ തരും. Then the microprocessor tri-states all the data bus, address bus and control bus. The CPU leaves the control over bus and acknowledges the hold request through the HLDA signal. അപ്പോൾ നമ്മൾ ആ മ്യൂപ്പി എന്ത് ചെയ്യും, അതിൻ്റെ സിസ്റ്റം ബസ് എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്, മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റ ബസ്സും അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും എല്ലാം എന്ത് ചെയ്യും, മ്യൂപ്പി റിലീസ് ചെയ്ത് കൊടുക്കും. So now the CPU is in hold state and the DMA controller has to manage the operation over buses between the CPU memory and IO devices. അപ്പോൾ നമുക്ക് ഇപ്പോൾ CPU എന്താണ്, ഹോൾഡ് സ്റ്റേറ്റിലാണ്. DMA കൺട്രോളറിന് മെമ്മറി IO ഡിവൈസസുമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം CPU ബസ് വഴി പോസിബിൾ ആക്കും. നെക്സ്റ്റ് ഇസ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് 8257. അപ്പോൾ 8257ൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 4 ചാനൽസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓവർ 4 IO ഡിവൈസസ്. അപ്പോൾ അതിനകത്ത് 4 ചാനൽസ് ഉണ്ട്, 4 IO ഡിവൈസസ് ആണ്. ഈ നമ്പേഴ്സൊക്കെ നമുക്ക് MCQസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 8257ന് എത്ര ചാനൽസ് ആണുള്ളത്, 4 ചാനൽസ് ആണ്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓവർ 4 IO ഡിവൈസസ്. 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈച്ച് ചാനൽ ഹാസ് 16-bit അഡ്രസ് ആൻഡ് 14-bit കൗണ്ടർ. ഓരോ ചാനലിനും എന്താണുള്ളത്, 16-bit അഡ്രസ്സും 14-bit കൗണ്ടറും ഉണ്ട്. ഈച്ച് ചാനൽ ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ അപ് ടു 64 KB. ഓരോ ചാനലിനും എത്ര ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ അപ് ടു 64 KB വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ ഈച്ച് ചാനൽ ക്യാൻ ബി പ്രോഗ്രാംഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓരോ ചാനലും നമുക്ക് പ്രത്യേകമായിട്ട് പ്രോഗ്രാം ചെയ്യാം. ആൻഡ് ഈ ചാനൽ ക്യാൻ പെർഫോം റീഡ് ട്രാൻസ്ഫർ, റൈറ്റ് ട്രാൻസ്ഫർ ആൻഡ് വെരിഫൈ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ്. അപ്പോൾ ഓരോ ചാനലിനും റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അതുപോലെ വെരിഫൈ ചെയ്യാനും പറ്റും. ഇറ്റ് റിക്വയർസ് എ സിംഗിൾ ഫേസ് ക്ലോക്ക്. എല്ലാത്തിനും കൂടെ ഒരൊറ്റ ക്ലോക്ക് മതി. ഇറ്റ്സ് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 250 Hz to 3 MHz. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 2 മോഡ്സ്, മാസ്റ്റർ മോഡ് ആൻഡ് സ്ലേവ് മോഡ്. അപ്പോൾ ഇത് 8257 2 മോഡിൽ വർക്ക് ചെയ്യും, മാസ്റ്റർ മോഡിലും സ്ലേവ് മോഡിലും. അതിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 250 Hz തൊട്ട് 3 MHz വരെ നമുക്ക് ക്ലോക്ക് സിഗ്നൽ കൊടുത്ത് അതിനെ വർക്ക് ചെയ്യിക്കും. അപ്പോൾ അതിനകത്തുള്ള പ്രധാന ഫീച്ചേഴ്സ് എത്രയാണ്, അതിന് 4 ചാനൽസ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓവർ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനോട് ഉപയോഗിക്കാം. ഓരോ ചാനലും 16-bit അഡ്രസ്സും 14-bit കൗണ്ടറും ഉണ്ട്. ഓരോ ചാനലിനും 64 KB ഡേറ്റാനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാം. പിന്നെ ഓരോ ചാനലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യിക്കാം. ദെൻ റീഡ് റൈറ്റ് ഓപ്ഷൻസ് എല്ലാം ചാനലിലും പ്രൊവൈഡ് ചെയ്യാം. ഒരു സിംഗിൾ ഫേസ് ക്ലോക്ക് മതി. അതുപോലെ 2 മോഡ്സിൽ വർക്ക് ചെയ്യും. ഏതൊക്കെയാണ്,
മാസ്റ്റർ മോഡും സ്ലേവ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഡേറ്റാ ബസ് ബഫർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ വാല്യൂസ് എഴുതിയിട്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, D0 തൊട്ട് D7 വരെയുള്ള ആ ബിറ്റ്സിലാണ് നമ്മളെല്ലാം എഴുതി വെക്കുന്നത്, ഏത് ചാനലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ്. അതുപോലെ ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണോ, ക്ലോക്ക് റീസെറ്റ്, അതുപോലെ മോഡ് സെലക്ഷനൊക്കെ ഉള്ള കുറച്ച് പിൻസ് ഉണ്ട്. A0, A1, A2, A3, ദെൻ ചിപ്പ് സെലക്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്റർ, അതിനകത്തും റെഡി, ഹോൾഡ് റിക്വസ്റ്റ്, ഹോൾഡ് അക്നോളജ്മെൻറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ദെൻ എന്താണ് AEN, ഡിസ്ട്രോബ്, ദെൻ മാർക്ക്, ഇങ്ങനെ കുറേ പിൻസ് ഉണ്ട്. അതുപോലെ തന്നെ 4 ചാനൽസ് ആണുള്ളത്. ചാനൽ 0, ചാനൽ 1, ചാനൽ 2, ചാനൽ 3. ഇപ്പം 4 എന്താണ്, ചാനൽ എന്ന് പറഞ്ഞാൽ അതിനകത്താണ് നമ്മൾ DRQ, DACK, അതായത് DMAക്ക് നമ്മൾ അക്നോളജ്മെൻറ്റ് റിക്വസ്റ്റ് സ്വീകരിക്കുകയും DMA ചെയ്യാൻ റെഡിയാണെന്ന് തിരിച്ചു തരുന്നതാണ് DAQവും DMA റിക്വസ്റ്റും DMA അക്നോളജ്മെൻറ്റ്. ഓരോ ചാനൽ, ഏത് ചാനലിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതനുസരിച്ച് ഇത് മാറി വരും. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു പ്രയോറിറ്റി റിസോൾവർ ഉണ്ട്. പ്രയോറിറ്റി റിസോൾവർ അനുസരിച്ച് നമുക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അത് ചെക്ക് ചെയ്യും, അതനുസരിച്ച് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു ഓവറോൾ ഐഡിയ മതി. ഇതിനകത്ത് ഉള്ളത് റീഡ് ലൈറ്റ് ലോജിക്ക്, ദെൻ കൺട്രോൾ ലോജിക്ക് ഉണ്ട്, ദെൻ ഡേറ്റാ ബസ് ബഫർ, അതുപോലെ 4 ചാനൽസും ആ 4 ചാനൽസിലും കണക്ട് ചെയ്തിട്ടുണ്ട്. DMA റിക്വസ്റ്റും DMA അക്നോളജ്മെൻറ്റും ഉണ്ട്. ഒരു പ്രയോറിറ്റി റിസോൾവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ ഈ ഫിഗറിൻ്റെത് വേണം. ഏതൊരു IC ചോദിച്ചാലും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ, എന്നാലും നമുക്ക് MCQs ചെയ്യുമ്പോഴത്തേക്കും ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കാമെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ഇതുവരെ നോക്കിയ 2 IC 8254ഉം 8257ഉമായിട്ടുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ നമ്പർ ഓഫ് കൗണ്ടേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദി പ്രോഗ്രാമബിൾ ടൈമർ ഡിവൈസ് 8254. അപ്പോൾ എത്രയാണ് നമുക്കറിയാം, 8254ൽ 3 കൗണ്ടേഴ്സ് ആണുള്ളത് അല്ലേ. കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമല്ലോ. ഓപ്ഷൻ സി ആൻസർ 3 ആണല്ലേ. സോ the next question, the operation that can be performed on control word register. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓപ്പറേഷൻ മാത്രമാണ്. അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. സോ ദി ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ഈസ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് എ സ്ക്വയർ വേവ്. സ്ക്വയർ വേവ് ഏതാണ്? ഈസ് പോസിബിൾ ഇൻ 8254ൽ സ്ക്വയർ വേവ് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന മോഡ് ഏതാണ്? മോഡ് 3 അല്ലേ. മോഡ് 3 സ്ക്വയർ വേവ് ജനറേറ്റർ. ദെൻ നെക്സ്റ്റ് ഇൻ കൺട്രോൾ വേർഡ് രജിസ്റ്റർ, ഇപ്പം നമുക്ക് സെലക്ട് കൗണ്ടർ എന്നുള്ള പിൻസ് SC1ഉം സെലക്ട് കൗണ്ടർ SC0, ആ ബിറ്റ് പൊസിഷനാണ് 0-1. അപ്പോൾ അത് 0-1 വന്നാൽ ഏത് കൗണ്ടറാണ് സെലക്ട് ചെയ്യുന്നത്? 0-0 വന്നാൽ കൗണ്ടർ 0. അപ്പോൾ 0-1 വന്നാലോ കൗണ്ടർ 1 ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ദ കൗണ്ടർ സ്റ്റാർട്ട്സ് കൗണ്ടിങ് ഒൺലി ഇഫ്. എപ്പോഴാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഗേറ്റ് സിഗ്നൽ ഹൈ ആകുമ്പോഴാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 8254ൻ്റെ ഗേറ്റ് സിഗ്നൽ ഹൈ ആകുമ്പോഴാണ് കറസ്പോണ്ടിങ് കൗണ്ടേഴ്സ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mode that is used to interrupt the processor by setting a suitable terminal count is. Terminal count. The mode that is used to interrupt the processor by setting a suitable terminal count. ഏതാണ് ഇൻട്രപ്റ്റിന്? ഏതാണ് ഇൻട്രപ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതാണ്? മോഡ് 0. അതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ മോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ആ 6 മോഡ്സിൻ്റെയും നെയിം ബൈ ഹാർട്ട് ആയിരിക്കണം. ആ മോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ MCQസും കണ്ടുവരുന്നത്. അപ്പോൾ മോഡ് 3 ഓൾറെഡി ചോദിച്ചു, സ്ക്വയർ ജനറേറ്ററാണ്. മോഡ് 0 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രപ്റ്റ് ആണ്. Interrupt on terminal count. Then next question, the control word register that
The control word register contents are used for ഇപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്ററിലെ കണ്ടൻസ് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അപ്പം നമ്മൾ ആ ഒരു D0 തൊട്ട് D7 വരെയുള്ള കുറച്ച് വാല്യൂസ് കണ്ടായിരുന്നല്ലേ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? കൗണ്ടർ സെലക്ഷനും ഉണ്ട്, മോഡ് സെലക്ഷനും ഉണ്ട്, ദെൻ BCD കൗണ്ടറാണോ ബൈനറി കൗണ്ടറാണോ എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ദെൻ റീഡ് റൈറ്റിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഓൾ ദി മെൻഷൻഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്? ഇനിഷ്യലി ദി ഓപ്പറേറ്റിംഗ് മോഡ്സ്, ഇനിഷ്യലൈസിങ് ദി ഓപ്പറേറ്റിംഗ് മോഡ്സ് അല്ലേ? മോഡ്സ് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്, M0, M1, M2. ദെൻ സെലക്ഷൻ ഓഫ് കൗണ്ടേഴ്സ്, അപ്പോൾ സെലക്ഷൻ ഓഫ് കൗണ്ടേഴ്സിനും 2 ബിറ്റ്സ് ഉണ്ട് അതിനകത്ത്. ദെൻ ചൂസിങ് ബൈനറി ഓർ BCD കൗണ്ടർ, അതിനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് അതിൻ്റെ ആൻസർ. സോ ദ കൺട്രോൾ word register contents are used for initializing the operating modes, mode 0 to mode 4, selection of counters, counter 0 to counter 2, mode 0 to mode 5 ആണ്. then choosing binary or BCD counters, loading of the counters, counter register. ഇതെല്ലാം നമുക്ക് ആ കൺട്രോൾ വേർഡിനകത്ത് നിന്ന് പോസിബിൾ ആണ് ഇല്ലേ? നമ്മൾ ആ ഫിഗർ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ? D0 തൊട്ട് D7 വരെയുള്ള വാല്യൂസിൽ ഓരോന്നും എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ D0 ആണ് BCD കൗണ്ടറാണോ ബൈനറി കൗണ്ടറാണോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ ജസ്റ്റ് ഒരു ഐഡിയ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് MCQs കൂടെ നോക്കാം. അതിനുശേഷം അടുത്ത ഒരു ചെറിയൊരു പോർഷനുണ്ട് 80, 286 ആൻഡ് 386. അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് മാത്രം ഒന്ന് നോക്കാം. അതിൻ്റെ MCQs ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.